ഇത് ഏതാ ഈ ചാപ്റ്റർ ഇപ്പൊ എടുക്കുന്നത്? റേഡിയോളജി. ഓക്കെ ഓക്കെ. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും പേരാണോ ജോയിൻ ചെയ്തത്? 55 പേരെ ഉണ്ടായിരുന്നോളോ? ആണോ? ഇത്രയും സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരുന്നോളൂ? Good afternoon, ma'am. Good afternoon. വിനോയുടെ കൈഡിയൊക്കെ മാറിയോ? ഓക്കെ ആയോ? ഓക്കെ ആയില്ല മേഡം, 8 ആഴ്ചതേ ഉള്ളൂ. എന്നാലും ഡോക്ടർ പറഞ്ഞു നല്ലപോലെ റെസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. റെസ്റ്റ് കൊടുക്കാനാ? നീ വേദന വരികയാണെങ്കിൽ എല്ലിന്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ ചെറിയ തൊണ്ട വേദനയായിട്ട് ഇരിക്കുന്നു മേഡം. തൊണ്ട വേദനയാണോ? തണുത്ത വെള്ളം കുടിച്ചോ? തണുത്തോളം കുടിച്ചു മേഡം. ബർത്ത്ഡേ ആയിരിക്കും. പെട്ടെന്ന് മഴ, വെയില് ഒക്കെ ഒരു എല്ലാവർക്കും ഉണ്ട് ഓരോ പ്രശ്നങ്ങള്. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഏത് ചാപ്റ്റർ പഠിച്ചോണ്ടിരിക്കുന്നേ? റേഡിയോളജി അല്ലെ? റേഡിയോളജി ചാപ്റ്റർ 21 ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് നമ്മൾ പറഞ്ഞത് റേഡിയോളജിക്കൽ വർക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഹൗ മെനി ഏരിയാസ്? ഇത്രയൊക്കെയാ ക്ലാസിഫൈ ചെയ്തേക്കുന്നേ? 3 different areas. 3 different areas. ഏതൊക്കെയായിരുന്നു? Which are they? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? റേഡിയോളജിസ്റ്റ് എംപ്ലോയീസ് ഇമേജിംഗ് ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട്, അതായത് എക്സ്റേ, അൾട്രാസൗണ്ട്, CT, MRI സ്കാനിങ്ങൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ? ഇനി അടുത്ത നെക്സ്റ്റ് ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ അവിടെ ഡയഗ്നോസ് മാത്രമല്ല അതിന്റെ ഒപ്പം ട്രീറ്റ്മെന്റ് കൂടി നൽകുന്നു. അതിനകത്ത് വരുന്നതാണ് ആൻജിയോഗ്രഫി പറഞ്ഞു, ബയോപ്സി പറഞ്ഞു, കാർഡിയാക് കാത്തറൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞു. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. എവിടെയാണ് ബ്ലോക്ക് ഉണ്ടോ, എത്ര ബ്ലോക്ക് ഉണ്ട്, ഏതൊക്കെ ബ്ലഡ് വെസൽസിനാണ് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ചില ഹോസ്പിറ്റൽസിൽ നിങ്ങൾ അന്ന് ചോദിച്ചായിരുന്നു ആൻജിയോഗ്രാമിന്റെ അത് ചോദിച്ചു. രണ്ടും സെയിം തന്നെയാണ്, ആൻജിയോഗ്രഫിയും ആൻജിയോഗ്രാമും സെയിം തന്നെയാണ്. അത് ചില ഹോസ്പിറ്റൽസിൽ കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും, ചില ഹോസ്പിറ്റൽസിൽ കൊറോണറി ആൻജിയോഗ്രഫി എന്ന് പറയും. രണ്ടും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ തന്നെയാണ്. എന്നാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് ഡയഗ്നോസ് ചെയ്തിട്ട് അത് ട്രീറ്റ്മെന്റ് കൂടി നടത്തുന്നു. അതായത് ആ ബ്ലോക്ക് ഉള്ള ഭാഗം അത് എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിച്ചിട്ട് ആൻജിയോഗ്രഫിലൂടെ കണ്ടുപിടിച്ചിട്ട് ആ ബ്ലോക്ക് ഉള്ള ഭാഗം ഒരു ബലൂൺ വെച്ച് അവിടെ വീർപ്പിച്ച് അവിടെ സ്റ്റെൻഡ് എന്ന് പറഞ്ഞ സ്പ്രിംഗ് പോലെ ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യും, അവിടെ വെക്കും. അങ്ങനെ ബ്ലോക്ക് മാറ്റുന്ന ആ ഒരു രീതിയാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് റേഡിയേഷൻ ഓങ്കോളജി പറഞ്ഞു. വാട്ട് ഈസ് ഓങ്കോളജി? Study of cancer. Study of cancer. Oncology is used for performing radiation based therapy. റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന ആ സെല്ലുകളെ, കോശങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അത് നെക്സ്റ്റ് കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ്. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ലൊക്കേഷൻ.
അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ചില കുട്ടികളൊക്കെ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഓഫീസിലേക്ക് കമന്റ്സ് ഒക്കെ വന്നിരുന്നു, ക്ലാസ്സുകളൊക്കെ നല്ലതാണ്, സൂപ്പറാണ്, മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഓഫീസിൽ നിന്ന് ഞങ്ങളെ അറിയിച്ചു ക്ലാസ്സുകളുടെ കാര്യം. ഓക്കെ, ആരൊക്കെയാ പറഞ്ഞതെന്ന് അറിയില്ല, എങ്കിലും താങ്ക് യു. ഓക്കെ, ക്ലാസ് കുഴപ്പമില്ലല്ലോ, ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? യെസ് മാം. ഓക്കെ. ഓക്കെ മാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ലൊക്കേഷൻ ആണ്. അപ്പൊ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയൊക്കെ നമുക്ക് വെക്കാം, അതിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓരോ പോയിന്റ് ഔട്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, ആരാണ്? സഫീറയാണോ? അതെ, റേഡിയേഷൻ ഓങ്കോളജി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടില്ലല്ലോ, ജസ്റ്റ് ഹെഡിങ് പറഞ്ഞതേ ഇല്ലല്ലോ. ഇല്ലല്ലോ, പറഞ്ഞായിരുന്നല്ലോ അല്ലേ സഫീറ? റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പിയാണ് ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുന്നത്. റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട് ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ അത് പ്രോലിഫറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്നത്, അത് നെക്സ്റ്റ് കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുന്നു. ദിസ് പ്രോസസ് ക്യാൻ ഐദർ റെഗുലേറ്റ് ദ പ്രോബ്ലം, ഈ പ്രോബ്ലത്തിനെ ഒന്നിലേക്ക് റെഗുലേറ്റ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ക്യാൻ ക്യൂർ ഇറ്റ് എൻറ്റയർലി, അല്ലെങ്കിൽ മൊത്തത്തിൽ അത് മാറ്റുന്നു. ഇത്ര അതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ റേഡിയേഷൻ ഓങ്കോളജിയിൽ. ഇനി നെക്സ്റ്റ് ലൊക്കേഷൻ ആണ്. അപ്പൊ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, നമുക്ക് ലൊക്കേഷൻ എവിടെയൊക്കെയാണെന്നുള്ളതാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അപ്പൊ ഏറ്റവും അനുയോജ്യം, ഏറ്റവും സ്യൂട്ടബിൾ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ എവിടെയാ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്? എവിടെയാ? ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദ ഡാഷ് ഫ്ലോർ. ഏത് ഫ്ലോറിലാ? ഫസ്റ്റ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, ഇങ്ങനെയായിരുന്നു ഓപ്ഷൻസ്. അപ്പൊ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്, ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. Second, നോക്കിയേ, the ground floor is the optimal location for sophisticated equipment like CT and MRI scanners. The ground floor is the optimal location. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. എന്തുകൊണ്ടാണ്? ഫോർ സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള, ഇത് CT സ്കാനേഴ്സും MRI സ്കാനേഴ്സും ഒക്കെ നല്ല വെയിറ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻസ് ആണ്, നല്ല ഹെവി വെയിറ്റ് ഉള്ള മെഷീൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള മെഷീൻസ് വെക്കാൻ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. The ground floor is the optimal location for sophisticated equipment like CT and MRI scanners. Next, the department not only cares for walk-in patients. Walk-in patients in മാത്രമല്ല, but also emergency patients. അത്യാഹിത വിഭാഗത്തിലുള്ള എമർജൻസി പേഷ്യൻസിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ്. who may be unable to walk, നടക്കാൻ പ്രയാസമുള്ളവർക്ക്, or who require rapid scanning. പെട്ടെന്ന് ഡോക്ടർ എന്നിട്ട് സ്കാനിങ് ആവശ്യമാണെന്ന് പറയുന്നത്, റാപ്പിഡ് ആയിട്ട് സ്കാനിങ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? അതും കൂടി അതിനകത്ത് കണക്കിലെടുക്കുന്നുണ്ട്. ഓക്കെ, വോക്കിൻ പേഷ്യൻസിന് മാത്രമല്ല, നടക്കാൻ കഴിയാത്ത രോഗനിർണയം, പെട്ടെന്ന് ഡിസീസ് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്ന ആവശ്യം വരുന്ന എമർജൻസി പേഷ്യൻസിനെയും ഈ ഡിപ്പാർട്ട്മെന്റ് പരിപാലിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യന്റ് ഇൻ പേഷ്യൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. should be easily reachable. പെട്ടെന്ന് എത്താൻ പറ്റുന്നതായിരിക്കണം. OPD, what is OPD? Outpatient department. Outpatient department പേഷ്യൻസിന്, OPD പേഷ്യൻസിനും ഇൻപേഷ്യന്റും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള പേഷ്യൻസിനും ഒക്കെ പെട്ടെന്ന് എത്തിച്ചേരുന്ന സ്ഥലത്തായിരിക്കണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഷുഡ് ബി ഈസിലി റീച്ചബിൾ, പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഇതായിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഇത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുത്. ഇപ്പൊ ഏതെങ്കിലും നമ്മളെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, അത് അങ്ങനെയൊക്കെയുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ വെക്കരുതെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഒരു എക്സെപ്ഷൻ പോലെ നമ്മൾ അതിനെ ഒന്ന് മാറ്റി നിർത്തേണ്ടതാണിത്.
അവിടേക്ക് നമുക്ക് വേറെ എന്താ പറയാ സ്കാനിങ് എക്സ്റേ ചെയ്യുന്നവർക്ക് മാത്രം പോയാൽ മതിയാവും. അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ ഇത് വെക്കരുത്. It should not be put between other departments. Next point, it should have some room for expansion at a later date. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ചെറിയ രീതിയിലാണ് ഇത് തുടങ്ങിയേക്കണെന്ന് വിചാരിക്കുക. ഹോസ്പിറ്റല് നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും കൂടിയുള്ള ഒരു അതങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് റൂം നമുക്ക് എക്സ്ട്രാ എടുക്കണമെങ്കിലൊക്കെ അതിനും കൂടി പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ. അപ്പൊ നമ്മൾ ഓൾറെഡി എന്താ പറയുക ഇത് വെക്കുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് നമ്മൾ ഇത് സ്ഥാപിക്കുമ്പോൾ നമ്മൾ അതിനും കൂടിയുള്ള ഇനി ലേറ്റർ ഡേറ്റില് പിന്നീടുള്ള തീയതികളിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടി അവിടെ എടുക്കണം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ പൊളിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതിനേക്കാളും അതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി അവിടെ അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ നോക്കേണ്ടി വരും. We should have some room for expansion at a later date. പിന്നീടുള്ള തീയതികളിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് റൂംസ് എക്സ്പാൻഡ് ചെയ്ത് എടുക്കാവുന്ന രീതിയിൽ വേണം. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സിബിൾ ആയിരിക്കണം, വഴക്കം വേണം. അത് നമ്മളോട് ഒരു വഴക്കമുള്ളതായിരിക്കണം. എക്സ്പാൻഡബിലിറ്റി, പിന്നീട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. എക്സ്പാൻഡബിലിറ്റി, വിസ്താരം വേണം. ആൻഡ് അപ്ഗ്രേഡബിലിറ്റി. അപ്ഗ്രേഡബിലിറ്റി എന്ന് വെച്ചാൽ പുതുക്കുക, പുതിയത് എന്തെങ്കിലുമൊക്കെ മെഷീൻസ് ആണെങ്കിലൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന പുതുക്കല്. Required to be taken into account while sitting the department. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി എന്നിവ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ മുന്നിട്ട് കാണണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വെക്കുമ്പോൾ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ്, 7 പോയിന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഞാൻ 1-2 പേരെ കൊണ്ടൊന്ന് റീഡ് ചെയ്യിപ്പിക്കാം. വേഗം നോക്കട്ടോ. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ഞാൻ ഫിഫ്ത്ത് പോയിന്റ് ഒന്ന് പറഞ്ഞു. It should not be put between other departments. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുതെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യാനാണെങ്കിലും നമുക്കത് പറ്റില്ലല്ലോ. ആ ഡിപ്പാർട്ട്മെന്റ് പിന്നെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുത്. അപ്പൊ മറ്റേ കൺജസ്റ്റഡ് ആവുമല്ലോ, ഭയങ്കര തിരക്കും ആ ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നവരിലേക്ക് ഇതുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതൊന്ന് എന്താ പറയാ, കുറച്ച് എക്സ്പാൻഡബിലിറ്റി, ഒരു വിസ്താരം വേണം അതിന് ഉദ്ദേശിച്ചു. ഓക്കെ, അഞ്ജിത ഫസ്റ്റത്തെ ഒരു 2 പോയിന്റ് വായിക്കോ? വായിക്കാം മാം, വായിക്കാം. Location. Ideally on the ground floor. The ground floor is the optimal location for sophisticated equipment like CT and MRI scanners. അതായത് ഇതിന്റെ ലൊക്കേഷൻ എപ്പോഴും ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം. അത് ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ ഒന്നും ആവാൻ പാടില്ല. എപ്പോഴായാലും പേഷ്യൻസിന് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നിടത്തായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ. അതുപോലെ തന്നെ ground floor is the optimal location for sophisticated equipment like CT and MRI scanners. അതായത് CT, MRI സ്കാനേഴ്സിന് വേണ്ടിയുള്ള അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് അത്രയും ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാവണം എന്ന് പറയാൻ കാര്യം ഈ ഇത്രയും എക്യുപ്മെന്റ്സുകൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ഹെവി വെയിറ്റ് ഉള്ള എക്യുപ്മെന്റ്സിനെ അത് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് അത് വെക്കുന്നതിന് ഏറ്റവും അനുയോജ്യം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഓക്കെ, അഞ്ജിത എന്താ ചെയ്യുന്നേ? അഞ്ജിത വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല മാം, ഞാൻ PSC കണ്ടിന്യൂ ചെയ്യുക. PSC കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ആരാ? രേവതി. The department not only cares for walk-in patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. Okay, next point. Should be easily reachable to OPD patients, inpatients, emergency department. അതിനോടൊക്കെ പെട്ടെന്ന് എത്തിച്ചേരുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, ധന്യ.
It should not be put between other departments. Okay. It should have some room for expression that later date. എക്സ്പാൻഷൻ അറ്റ് ലേറ്റർ ഡേറ്റ്, പിന്നീടുള്ള തീയതികളെ എക്സ്പാൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. എൽസ ജോസ്. Flexibility, expandability, and upgradability required to be taken into account while citing the department. Okay. Flexibility, expandability, upgradability required to be taken into account while citing the department. ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി ഒക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ്. ഈ ഇതിനിവിടെ എന്തൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസ് വേണം? ആൻഡ് സ്പേസ് നെസസിറ്റീസ്. നോക്കിയേ, ഫസ്റ്റ് ഈ നമ്മൾ എല്ലാവരും റേഡിയോളജിയിൽ മിക്കവരും പോയിട്ടുണ്ടല്ലോ, പോയിട്ടില്ലേ? നമ്മുടെ ആരുടെങ്കിലും കൂടെ ആയിട്ടാണെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് പോയിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് നമ്മൾ ചെല്ലുന്ന റിസപ്ഷൻ ഏരിയയിലേക്കാണ് അല്ലെ. നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കൊടുക്കുക, ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ, അതാണ് ഫസ്റ്റ് വേണ്ടത്. റിസപ്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ വേണം. ഓക്കെ. നെക്സ്റ്റ് നമ്മളത് നമ്മുടെ ഇതൊക്കെ എഴുതി കഴിഞ്ഞ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ അവിടെ ടോക്കൺ തന്നിട്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. ഓരോരുത്തർക്കുടെ നമ്പർ അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കയറുന്നത് അല്ലെ. സ്കാൻ ചെയ്യാനാണെങ്കിൽ എക്സ്റേ എടുക്കാനൊക്കെ കയറുന്നത്. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിനെ, ഇപ്പൊ 10 പേര് വരുവാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് റൂം വേണം. ഓക്കെ, പേഷ്യൻസ് വെയിറ്റിംഗ് റൂം. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ്, റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനും അത് സെപ്പറേറ്റ് ചെയ്യാനും അതിന് സോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയകൾ വേണം. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റിൽ റേഡിയോളജിസ്റ്റ് ഓഫീസ്. Radiologist office handily located close by the X-ray room should have the provision for viewing and charting the findings. അവിടെ ആ എക്സ്റേ റൂമിനോട് ചേർന്നിട്ട് തന്നെ റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. ആ റേഡിയോളജിസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഷുഡ് ഹാവ് ദ പ്രൊവിഷൻ ഫോർ വ്യൂയിങ് ആൻഡ് ചാർട്ടിങ് ദ ഫിലിംസ്. റിപ്പോർട്ടുകള്, ഫിലിംസ് അത് കാണാനും അതുപോലെ തന്നെ അത് ചാർട്ട് ചെയ്യാനുമുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് എക്സ്റേ ഷീറ്റ് ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ കാണിക്കുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കയ്യിലേക്ക് തരുന്നില്ലല്ലോ. ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ ഏത് ഡോക്ടറിനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഡോക്ടറിനെ അതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ആ റിപ്പോർട്ടുകൾ. അപ്പൊ ഡോക്ടറിന് നേരെ അവരുടെ സിസ്റ്റത്തിൽ നോക്കിയിട്ട് ഇത് എന്താണ് ഡിസീസ്, അപ്പൊ നമ്മൾ നെക്സ്റ്റ് എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും. അപ്പൊ എക്സ്റേ എടുത്തിട്ട് നമ്മൾ ഡോക്ടറിനെ വീണ്ടും കാണാൻ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ റൂമിൽ കമ്മ്യൂൺ സിസ്റ്റത്തിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞ, ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ടല്ല കേട്ടോ. നേരത്തെയൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും എക്സ്റേ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു വലിയ ഷീറ്റ് കയ്യിൽ തരൂലേ, ഷീറ്റായിട്ട് നമ്മുടെ ഫിലിം തരും, റിപ്പോർട്ട് ചിലപ്പോ സിസ്റ്റത്തിലേക്ക് ഡോക്ടർ എക്സ്റേയുടെ ഉണ്ടാവും, സ്കാനിങ്ങിന്റെ ഒക്കെ MRIയുടെ ഒക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ആ ഷീറ്റ് നമ്മുടെ കയ്യിലേക്ക് തരും. എന്നിട്ട് നമ്മള് ഡോക്ടറിനെ അതുകൊണ്ട് കാണിക്കുന്നത്. ഇപ്പൊ അങ്ങനെ അത് ഉദ്ദേശിച്ചിട്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. എല്ലാ റിപ്പോർട്ടും റേഡിയോളജിസ്റ്റ് അവിടെ സൈൻ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ആ റേഡിയോളജിസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക റൂം വേണം. റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാൻഡിലി ലൊക്കേറ്റഡ് ബൈ ദ എക്സ്റേ റൂമിനോട് ചേർന്നായിരിക്കണം. ഷുഡ് ഹാവ് ദ പ്രൊവിഷൻ, അവിടെ എന്താണ് ആ ഫിലിംസ് വ്യൂ ചെയ്യാനും ചാർട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഇത്രയാണ് ഫിസിക്കൽ ഫെസിലിറ്റീസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റേഡിയേഷൻ റിസ്കുകളാണ്. റേഡിയേഷൻ ചെയ്യുമ്പോഴാണ് ഇവിടെ എക്സ്റേക്ക് പ്രശ്നമില്ല, വേദനയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഇല്ല. സ്കാനിങ്, പ്രത്യേകിച്ച് MRI, CT, MRI സ്കാനേഴ്സ് ഒക്കെ ചെയ്തോര് ഉണ്ടെങ്കിൽ അറിയാം അവർക്ക് എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ സ്കാനിങ് കഴിഞ്ഞപ്പോ? ആരെങ്കിലും ഉണ്ടോ? ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്ത് ബുദ്ധിമുട്ടാ എൽസയ്ക്ക് ഉണ്ടായിരുന്നേ? ഡിസിനസ്, ചിലപ്പോ ഒരു ഗിഡിനെസ്, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ഈ ഡൈ കയറ്റുന്നത് കാരണം നമുക്ക് ഒരു തരിപ്പുണ്ടാവും ബോഡിയിൽ തന്നെ. നമുക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല.
അപ്പൊ അവര് പറയും നമ്മളോട് കുറച്ചു നേരം കിടന്നിട്ടൊക്കെ എഴുന്നേറ്റാ മതി എന്ന് പറയും. ഓക്കെ. അപ്പൊ അങ്ങനെ ക്ഷീണം ഉണ്ടാവും. ക്ഷീണം ഉണ്ടാവും. ഇവിടെ നമ്മള് ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല കേട്ടോ അതിന്റെ സൈഡ് എഫക്ട്സ് വരുന്നത്. ഇപ്പൊ കുറച്ച് കോമൺ ആയിട്ട് കുറച്ച് ആളുകൾ പറഞ്ഞേക്കുന്നതും അവർക്ക് അനുഭവപ്പെട്ടേക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയേക്കുന്നത് റേഡിയേഷൻ റിസ്കുകൾ, റേഡിയേഷൻ എഫക്റ്റുകൾ എങ്ങനെയൊക്കെയാണെന്ന് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സിവിയർ എഫക്ട്സ് ഉണ്ട്. സിവിയർ ആയിട്ടുള്ളത് ഏതൊക്കെയാ? ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. അതായത് ഒരു ഹെവി ഡോസ് കൊടുക്കാണോ ഒരു ചെറിയൊരു ടൈമില് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വലിയ ഡോസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് സെറിബ്രലും ആയിട്ട് വരുന്നുണ്ട്, ഗ്യാസ്ട്രിക്കും ആയിട്ട് വരുന്നുണ്ട്, ബ്ലഡും ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സെറിബ്രൽ എഫക്റ്റ് ഏതൊക്കെയാണ്? സെറിബ്രൽ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കൺവൽഷൻസ്. ഫസ്റ്റ് ആണ് കൺവൽഷൻ, ഷിവറിങ്, വിറയ്ക്കല്. ചിലർക്ക് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ബോഡി ഇങ്ങനെ ഷിവർ ചെയ്യും, നമുക്ക് വിറയ്ക്കും. വിറയൽ, ഇതാണ് കൺവെൻഷൻസ് എന്ന് പറയുന്ന വിറയല്. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഒബ്സ്ക്യൂറിംഗ് എന്ന് പറഞ്ഞാൽ കാഴ്ച മറയ്ക്കുക, നമുക്ക് കാഴ്ച മങ്ങുന്നത് പോലെ തോന്നാം. അതിന്റെ ആ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് വരുന്നത്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ. നെക്സ്റ്റ് ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാവാം കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ ആ കുറച്ച് സമയത്തേക്കൊക്കെ ഹെഡ് ഏക്ക് പോലെ തോന്നാം. ഇതൊക്കെ സെറിബ്രൽ എഫക്ട്സിൽ വരുന്നതാണ്. ഇത് എക്സാമിന് ചോദിക്കും, സെറിബ്രൽ എഫക്ട്സിൽ വരുന്ന ഏതൊക്കെയാണ്? കൺവെൻഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡ് ഏക്ക്. ഇത് മൂന്നും സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകളാണ്. നെക്സ്റ്റ് ഗ്യാസ്ട്രിക്. ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ്ട്രിക് വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം. നെക്സ്റ്റ് വോമിറ്റിംഗ്, ഛർദിക്കാൻ നമുക്ക് തോന്നും, ഛർദിക്കാൻ വരുന്നത് വോമിറ്റിംഗ്. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. അബ്ഡോമനില് ലോക്കലൈസ്ഡ് പെയിൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഏരിയയില്, വെൻ എനി വൺ ഏരിയ ഓഫ് ദ അബ്ഡോമൻ ഈസ് എച്ചിങ്, അതായത് അബ്ഡോമന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഒരു പ്രത്യേക ഭാഗത്ത് ഉണ്ടാകുന്ന വേദന. വയറ് ഫുള്ളായിട്ടുള്ള വേദനയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ഉണ്ടാകുന്ന വേദന. അപ്പൊ ഇതൊക്കെ ഗ്യാസ്ട്രിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എഫക്ട്സുകളാണ്. നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. നെക്സ്റ്റ് ആണ് ബ്ലഡ്. ഇനി അടുത്ത ബ്ലഡില് അനീമിയ. അനീമിയ നമ്മൾ പഠിച്ചതാണല്ലോ. വാട്ട് ഈസ് അനീമിയ? RBC കൗണ്ട് കുറയും. വിളർച്ച. മലയാളത്തിൽ എന്താ അനീമിയ എന്ന് പറഞ്ഞ വിളർച്ച. ഈ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസന്റ് ഹാവ് ഇനഫ് ഹെൽത്തി RBC, റെഡ് ബ്ലഡ് സെൽസ്, RBCയുടെ അളവ്, ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിനെയാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അനീമിയ ഉണ്ടാകാം. നെക്സ്റ്റ് മാരോ ഡിപ്രഷൻ, മജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ. അപ്പൊ അത് രണ്ടും ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളാണ്, അനീമിയ, മാരോ, ഡിപ്രഷൻ. അപ്പൊ അങ്ങനെ സിവിയർ ഇഫക്ട്സിൽ നമ്മൾ മൂന്നെണ്ണായിട്ട് പറഞ്ഞു. സെറിബ്രൽ പറഞ്ഞു, ഗ്യാസ്ട്രിക് പറഞ്ഞു, ബ്ലഡ് പറഞ്ഞു. സെറിബ്രലില് കൺവൾഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡ് ഏക്ക്. ഗ്യാസ്ട്രിക്കില് നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. നെക്സ്റ്റ് ബ്ലഡില് അനീമിയ, മാരോ, ഡിപ്രഷൻ. നെക്സ്റ്റ് ക്രോണിക് എഫക്റ്റ്. ക്രോണിക് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്തത്. മോർണിംഗ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പ്ലോഷർ, കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ചെറിയ എക്സ്പ്ലോഷർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങള്. അത് സ്കിന്നിനെ എങ്ങനെയാ ബാധിക്കുന്നത്? സ്കിന്നിന് ഹെയർ ലോസ്, രോമം, നമ്മുടെ സ്കിന്നിന്റെ രോമം കൊഴിയാൻ ചാൻസ് ഉണ്ട്. ബ്രിട്ടിൽ നെയിൽ, നഖങ്ങള് പൊട്ടിപ്പോകുക, നഖമൊക്കെ പൊട്ടിപ്പോകുന്നു. ഇത് രണ്ടും സ്കിന്നിൽ വരുന്ന ഹെയർ ലോസ്, ബ്രിട്ടിൽ നെയിൽസ്. നെക്സ്റ്റ് ബ്ലഡില് ഓൾസോ മറ്റതുപോലെ തന്നെ അനീമിയ, ബ്ലഡിൽ വരുന്ന ഒരു എഫക്റ്റ് ആണ് അനീമിയ. നെക്സ്റ്റ് ലുക്കീമിയ. ലുക്കീമിയ എന്താ? ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ. ക്യാൻസർ ആണ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് blood cancer. It's caused by the rise in the number of WBC in the blood. ബ്ലഡിലെ WBCയുടെ അളവ് കൂടുന്നതിനാണ് നമ്മൾ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഐ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാട്രാക്ട്. എന്താ കാട്രാക്ട്? CATARACT, കാട്രാക്ട്. തിമിരം.
ഏജ്ഡ് ആയിട്ടുള്ളവർക്ക്, പ്രായമായിട്ടുള്ളവർക്കൊക്കെ കണ്ണിൽ ഇങ്ങനെ ഒരു പാട പോലെ, ഒരു മൂടൽ പോലെ, ഒരു പാട പോലെ വന്നിട്ട് അവർക്കുടെ കാഴ്ച ശക്തി കുറഞ്ഞ് ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും അവർക്കുടെ കാഴ്ച തന്നെ നഷ്ടപ്പെടാം. ഒരു ഇതാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. മലയാളം തിമിരം എന്ന് പറയും. തിമിരം കണ്ണിന് വരുന്ന പ്രശ്നമാണ് കാറ്ററാക്ട്. നെക്സ്റ്റ് അതേഴ്സ്, മറ്റുള്ള പ്രശ്നങ്ങളാണ് സ്റ്റെറിലിറ്റി, ഒബിസിറ്റി, ക്യാൻസർ. സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത, കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥ, ഇൻഫെർട്ടിലിറ്റി, കുട്ടികൾ ഉണ്ടാകാത്ത ഒരവസ്ഥ. ഒബിസിറ്റി, അമിതവണ്ണം വയ്ക്കാം. സ്ലിം ആയിട്ടിരിക്കുന്ന ഒരാള് നല്ല വെയിറ്റ് വരികയാണ്. ഒബിസിറ്റി, ക്യാൻസർ, ഇതൊക്കെ അതേഴ്സ്, മറ്റുള്ളതിൽ വരുന്നതാണ്. ഇതാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കണം കേട്ടോ. സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ, ബ്ലഡിൽ ഉണ്ടാക്കുന്നത്, ക്രോണിക് എഫക്റ്റിൽ വരുന്ന ഏതൊക്കെയാ, ഐക്ക് വരുന്ന ഏത് ഡിസീസ് ആണ് ഇതിനകത്ത്. ക്രോണിക് എഫക്റ്റില് ഐയിൽ വരുന്നത് കാറ്ററാക്ട്, മറ്റുള്ള അതേഴ്സിൽ സ്റ്റെറിലിറ്റി, ഒബിസിറ്റി, ക്യാൻസർ. ഓക്കെ, ഇത് രണ്ടും ജസ്റ്റ് അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അതിൽ ഏതെങ്കിലും ഇല്ലല്ലോ, പോയിന്റ്സ് ആയിട്ട് തന്നെയല്ലേ തന്നേക്കുന്നത്. അതിന്റെ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ, ഏതെങ്കിലും മീനിങ് കിട്ടാത്ത ഉണ്ടോ അതില്? ഓക്കെ, നെക്സ്റ്റ് റെഗുലേറ്ററി ബോഡി. ഇതിനകത്തുനിന്ന് പറഞ്ഞോ, ആരാ പറയുന്നേ? മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞ മജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ. മജ്ജയ്ക്ക് ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. അനീമിയ, മാരോ ഡിപ്രഷൻ, അത് രണ്ട് ബ്ലഡിൽ വരുന്ന എഫക്റ്റ് ആണ്, റിസ്ക് ആണ്. നെക്സ്റ്റ് ആണ് റെഗുലേറ്ററി ബോഡി, AERB. ഇത് എക്സാമിന് ചോദിക്കാം, എക്സ്പാൻഡഡ് ഫോം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നോക്കി പോവുക. AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ആണ് എക്സ്പാൻഡഡ് ഫോം AERB-യുടെ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. Atomic Energy Regulatory Board, AERB, outlined by the central government, is the proficient authority of the regulatory board for granting, renewal, withdrawal, and revocation constants for nuclear and radiation facilities. Atomic Energy Regulatory Board, AERB. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ന്യൂക്ലിയർ, അതുപോലെ റേഡിയേഷൻ ഫെസിലിറ്റീസ്, റേഡിയേഷൻ സൗകര്യങ്ങൾക്കുള്ള റിന്യൂ ചെയ്യാൻ, പുതുക്കല്, റിന്യൂവൽ, പിന്നെ അതുപോലെ തന്നെ ഗ്രാന്റിങ്, അനുവദിക്കുക, റിന്യൂവൽ, വിഡ്രോ ചെയ്യുക, പിന്നെ അതുപോലെ ആൻഡ് റീവൊക്കേഷൻ കോൺസ്റ്റൻസ്, മുൻ അസാധുവാക്കൽ സമ്മതം. എന്താണ് റീവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? അസാധുവാക്കല് എന്നീ നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ എന്നിവ നൽകുന്നതിനുള്ള ഒരു അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ AERB എന്ന് പറയുന്നത് അതിന് പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. അപ്പൊ എന്തൊക്കെയാ അതിനകത്ത് വരുന്നത്? ബോർഡ് ഫോർ ഗ്രാന്റിങ്, റിന്യൂവൽ, withdrawal and revocation of constants for nuclear and radiation facilities. Nuclear radiation facilities ഉള്ള ഗ്രാന്റിങ്, റിന്യൂവല്, വിഡ്രോവല്, റീവൊക്കേഷൻ, അസാധുവാക്കൽ സമ്മതം എന്നിവ നൽകുന്നതിനുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ AERB എന്ന് പറയുന്നത് ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. അതിന്ന് ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡയഗ്നോസ്റ്റിക് ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഈ ഡയഗ്നോസ് ചെയ്യുന്ന ആ റേഡിയോളജി റൂം അത് എങ്ങനെയൊക്കെ ആയിരിക്കണം, അതാണ് നോക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വേണ്ടത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ നോക്കിയേ, റേഡിയോളജി റൂം ആർ സെക്ലൂഡഡ് ദാറ്റ് പീപ്പിൾ കനോട്ട് come 1 meter of its outside wall. ഇവിടെ ഹൈ റേഡിയേഷൻസ് ആണ് നടക്കുന്നത്. അപ്പൊ പുറമേ നിന്നുള്ള പേഷ്യൻസിനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാത്ത രീതിയിൽ ഔട്ട്സൈഡ് വാൾ, പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസ് ആയിട്ട് വേണം ആ റേഡിയോളജി റൂം വെക്കാനായിട്ട്. അത് സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിർത്തുക. റേഡിയോളജി റൂം ആർ സെക്ലൂഡഡ്. That the people cannot come 1 meter of its outside wall. ഔട്ട്സൈഡ് വാളിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസ് വേണം. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ
നമ്മളെ ഫ്രണ്ടിലെ ഒരു വലിയ ഡോർ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് എഴുതി. അപ്പൊ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ ആ തിയേറ്ററിലേക്കാണ്, ആ ഡോർ തുറന്ന നേരെ നമ്മൾ തിയേറ്ററിലേക്കാണോ കയറുന്നത്? ആണോ? അല്ല. അവിടെ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ? അവിടെ നിന്ന് കുറച്ചുകൂടി പോയിട്ടായിരിക്കും ആ തിയേറ്റർ. അപ്പൊ നമ്മൾ പുറമേന്ന് ഓപ്പറേഷൻ തിയേറ്ററിന് എഴുതിയാലും അത് ആ റൂം എന്ന് പറയുന്നത് അവിടെ നിന്ന് കുറച്ച് ദൂരവും കൂടി പോയതിന് ശേഷമായിരിക്കും ആ റൂം. അതുപോലെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ കൊടുത്തേക്കണേ. അപ്പൊ നേരെ ഡോർ തുറന്ന് പേഷ്യൻസ് ആണെങ്കിലും അതിന്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ഇപ്പൊ നമ്മള് നേരെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റും. അപ്പൊ അത് വെച്ചാൽ ഔട്ട്സൈഡ് വാള്, ഔട്ട്സൈഡുമായിട്ട് കുറച്ച് അതൊക്കെ ഗ്യാപ്പ് ഇട്ട് നിൽക്കേണ്ട ഒരു ഏരിയാസ് ആണ്. അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ്, പുറമേ ഉള്ള ആളുകളുമായിട്ടൊന്നും അധികം സമ്പർക്കം വരാത്ത രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഈ റേഡിയോളജി റൂം, ഓപ്പറേഷൻ തിയേറ്റർ ഇതിനൊക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ റേഡിയോളജി റൂമിന് എത്ര ഇതാ പറഞ്ഞേക്കുന്നത്? 1 മീറ്റർ. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് ദാറ്റ് people cannot come 1 meter of outside wall. റേഡിയോളജി റൂം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിരിക്കണം. അത് ആളുകൾക്ക് പുറം ഭിത്തിയിൽ നിന്ന്, ഔട്ട്സൈഡ് വാളിൽ നിന്ന് 1 മീറ്റർ അകലെയായിരിക്കണം. ആളുകൾക്ക് നേരിട്ട് അവിടെ ആയിട്ടൊരു കോണ്ടാക്ട് വരുന്നില്ലാത്ത രീതിയിൽ 1 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. നെക്സ്റ്റ്, ദ വിൻഡോസ് ആർ അവോയ്ഡഡ്. സെക്കൻഡ് പോയിന്റ് പറയാണ്, വിൻഡോസ് അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. എന്തിനാ? ടു ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് ആ നമ്മൾ റേഡിയേഷൻ അത് പെനിട്രേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ. പെനിട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പെനിട്രേറ്റ് ചെയ്യുക, പെനിട്രേറ്റ്, പുറത്തേക്ക് തുളഞ്ഞു കയറാതിരിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ആണ് ഈ വിൻഡോസ് അവോയ്ഡ് ചെയ്യുന്ന പറയുന്നത്. ലെസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, റെഡ്യൂസ് എന്നുള്ള മീനിങ്. വിൻഡോസ് ആർ അവോയ്ഡഡ്. വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. എന്തിനാ? ടു ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. ഫുള്ള് വിൻഡോയൊക്കെ ആണെങ്കിൽ റേഡിയേഷൻ ചെയ്യുമ്പോൾ റേസുകൾ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ആളുകളുടെ മേത്തേക്കൊക്കെ അത് നമ്മൾ വേറെ പ്രൊട്ടക്റ്റീവ് മെത്തേഡുകളൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവരുടെ മേത്തേക്കൊക്കെ അത് റേഡിയേഷന്റെ അത് റേസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആ വോള് മാക്സിമം നമുക്ക് വിൻഡോസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം എന്നാ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയ തേർഡ് പോയിന്റ്, ഓൾ വാൾസ് ആൻഡ് ഡോർസ് ടു ബി പെയിന്റഡ് വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. നോക്കി അടുത്തത്, എല്ലാ ഡോർസും വാൾസും ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. നല്ല ക്വാളിറ്റി ആയിരിക്കണം. വെച്ചാൽ ഹൈ റേഡിയേഷൻസ്, എപ്പോഴും റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വാളൊക്കെ നല്ല ഗുഡ് ക്വാളിറ്റിയിലുള്ള പെയിന്റ് വെച്ചിട്ട് വേണം അത് പെയിന്റ് അടിക്കാനൊക്കെ ആയിട്ട്. Okay, all walls and the door should be painted washable paints of good quality. Next, fourth point, ask back to BARC, Buffa Atomic Research Center. അവിടെ ഒരു expanded form ചോദിക്കാം. BARC, Buffa Atomic Research Center. The BARC? Buffa Atomic Research Center. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങളോ അതൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ഇത് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് BARC, ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ. ഇത് എവിടെയാ? മുംബൈയിലാണ്. മുംബൈ. ദ വാൾസ് ഓഫ് ദ റേഡിയോളജി റൂം ഷുഡ് ബി 9 inches thick concrete wall. കണ്ടോ? അപ്പൊ ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ, മുംബൈയിലുള്ള ബഫ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ വാൾസ്, റേഡിയോഗ്രാഫി റൂമിന്റെ വാൾസ് എത്ര നോക്കിയേ? 9 inch thick concrete wall. 9 ഇഞ്ച് കട്ടിയിലുള്ള കോൺക്രീറ്റ് വാളാണ്. ഓർ 14 inches thick, അവിടെ ആ ഒരു വേർഡ് വെട്ടുക, മേസണറി വാൾസ്. 14 inch തിക്കിലുള്ള മേസണറി വാൾസ്. മേസണറി വെച്ചാൽ കൽഭിത്തികള്, കൽഭിത്തികൾ കൊണ്ടുള്ള വാൾസ് ആയിരിക്കും. അതിന് 14 inch തിക്ക് ആയിരിക്കും. ഓക്കെ, ഓർ 14 inch thick masonry walls. നെക്സ്റ്റ് പോയിന്റ്, ഫിഫ്ത് പോയിന്റ്, കീപ് മിനിമം ഫർണിച്ചർ. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ഫർണിച്ചറുകൾ. നമ്മൾ വീട്ടിലൊക്കെ ഇട്ടുള്ള ഒരുപാട് ഫർണിച്ചർ ഒന്നും പാടില്ല അവിടെ. മിനിമം അത്യാവശ്യത്തിനുള്ള ഫർണിച്ചറുകൾ, പിന്നെ അതിനാവശ്യത്തിനുള്ള എക്യുപ്മെന്റ്സുകൾ വെക്കാൻ വേണ്ടി മാത്രം ഒരു മിനിമം ഫർണിച്ചറുകൾ അവിടെ കീപ്പ് ചെയ്യണം. കീപ് മിനിമം ഫർണിച്ചർ.
നെക്സ്റ്റ് പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ്. വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ് എന്ന് വെച്ചാൽ വായു സഞ്ചാര മാർഗങ്ങള്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഈ വിൻഡോസ് ഒഴിവാക്കണമെന്ന്. അപ്പോ എയർ കയറാനും പുറത്തേക്ക് എയർ പോകാനോ ആ വായു സഞ്ചാരം നൽകാനൊക്കെ വേണ്ടിയിട്ട് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ യൂസ് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ വിൻഡോസ് ഇല്ല, അപ്പൊ അതിന് പകരം നമ്മൾ എക്സോസ് ഫാൻ ഒക്കെ വെക്കൂലേ, നമ്മുടെ മുറിയിലുള്ള വായു പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ടൊക്കെ നല്ല ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. ഇത് വായു സഞ്ചാരം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ്. നെക്സ്റ്റ് ആണ് ഇൻസ്റ്റോൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ. ഉണ്ടോ, എക്സ്റേ മെഷീൻ എവിടെ വെക്കണം എന്നാ പറഞ്ഞേക്കണേ? ഇൻ ദ കോർണർ. ആ റേഡിയോളജി റൂമിന്റെ കോർണറിൽ വെക്കണം. എന്തിനാ? സോ ദാറ്റ് ദർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്. നമുക്ക് ആവശ്യത്തിനുള്ള മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂവിംഗ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഈ മെഷീൻ, എക്സ്റേ മെഷീൻ കോർണറിൽ വെക്കണം. ഇതൊക്കെ ഹെവി മെഷീൻ ആണ്, നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരു കോർണറിൽ ഒരു മൂലൊക്കെ നമ്മൾ ഒതുക്കി വെക്കുക. അപ്പൊ നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള മൂവിംഗ് സ്പേസ് കിട്ടും. സ്റ്റാഫുകൾക്ക് പേഷ്യൻസിനൊക്കെ നടക്കാനും ഒക്കെ. നടുക്കുണ്ടോന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു കോർണറിൽ ഒതുക്കി വെക്കണം എന്നാ പറഞ്ഞേക്കണേ. ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ സോ ദാറ്റ് ദർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്. Next, last point, the flooring should be able to support a load of heavy machine, particularly if the lab is built on top floor. And flooring എങ്ങനെയായിരിക്കണം? Should be able to support a load of heavy machine. ഈ heavy machine ഒരു വലിയ മെഷീൻ ആണ് ഇതൊക്കെ. നല്ല കോസ്റ്റ്ലിയുമാണ്. അതുകൂടാതെ നമ്മൾ നല്ല ഹെവി വെയിറ്റ് ഉള്ള മെഷീൻസ് ആണ്. അപ്പൊ ഇത്രയുള്ള വെയിറ്റ് ഉള്ള മെഷീൻസിനെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഫ്ലോറിങ് നല്ല ബലമുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് പറയാണ് ഇഫ് ദ ലാബ് ഈസ് ബിൽഡ് ഓൺ ടോപ്പ് ഫ്ലോർ. അതർവൈസ് നമ്മൾ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണെന്ന്. ഇനി അഥവാ ഈ റേഡിയോളജി റൂം ബിൽഡ് ചെയ്തേക്കുന്നത് ടോപ്പ് ഫ്ലോറിൽ എങ്ങാനും ആണെങ്കിൽ പ്രത്യേകിച്ചും ആ ഫ്ലോറിങ് നല്ല ബലമുള്ളതായിരിക്കണം. ഇത്രയും വലിയ എക്യുപ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ ഫ്ലോറിംഗ് ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് എ ലോഡ് ഓഫ് ഹെവി മെഷീൻസ്, particularly if the lab is built on top floor. ക്ലിയർ ആയോ ആ പോയിന്റ്സുകള്? എല്ലാ പോയിന്റ്സും ക്ലിയർ ആയോ? വേഗം ഒന്ന് നോക്കി. മാഡം എനിക്ക് റെഗുലേറ്ററി ബോഡി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഓക്കെ, ബഫ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോഡി അല്ലെ മുകളിലുള്ളത്. ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB എന്ന് പറയും. അത് എന്തിനാണ്? ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസിനുള്ള റിന്യൂ ചെയ്യാൻ, റിന്യൂവല് അത് റേഡിയേഷൻ ഗ്രാന്റിങ് അനുവദിക്കാൻ, റിന്യൂ ചെയ്യാൻ, അതിനെ വിഡ്രോ ചെയ്യാനായിട്ട് റീവൊക്കേഷൻ അസാധുവാക്കൽ, അത് അസാധുവാക്കൽ സമ്മതം എന്നിവയൊക്കെ നൽകുന്നതിനുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെയാണത്. സെൻട്രൽ ഗവൺമെന്റിന്റെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു അതോറിറ്റിയാണ് AERB എന്ന് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പാൻഡഡ് ഫോം എന്താണ് ഉണ്ടാവുള്ളൂ. എക്സ്പാൻഡഡ് ഫോം എന്താന്ന് അതിനകത്ത് ചോദിക്കാറുള്ളൂ. പിന്നെ അതിനകത്ത് വരുന്ന ഗ്രാന്റിങ് വരുന്നുണ്ട്, റിന്യൂ ചെയ്യുന്ന വരുന്നുണ്ട്, വിഡ്രോവൽ വരുന്നുണ്ട്, റീവൊക്കേഷൻ കോൺസ്റ്റൻസ്, അത് അസാധുവാക്കൽ സമ്മതം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു റെഗുലേറ്ററി ബോർഡാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഉറക്കം വരുന്നുണ്ടോ? ഇല്ല മാം. ഇന്നത്തെ കഴിഞ്ഞ് ഒരു ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ തന്നെ അടുത്ത ആള് കയറി. വിനോയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? വിനോയ് തൊണ്ടവേദനയുണ്ട്, ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. തൊണ്ടവേദനയുണ്ട് അല്ലെങ്കിൽ വിനോയ് ഇടയ്ക്ക് ഇത് കയറി സംസാരിക്കുന്നില്ല. വിനോയുടെ സംസാരം ഒന്നും കേൾക്കുന്നില്ല. ചെറുതായിട്ട് പറ്റുന്നല്ലേ? വിനോയുടെ ബർത്ത്ഡേ ആണെന്ന് പറയണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ട്. എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ ടീച്ചർ എന്നോട് ഞാൻ കേറിയടുത്ത് മാത്രമേ പറഞ്ഞോളൂ മാഡം. അതെ,
ഞാൻ വിചാരിച്ചു അതെന്താണ് ഒരു ടീച്ചറിനോട് മാത്രം പറഞ്ഞ് ഞങ്ങളോട് എന്ത് താല്പര്യം പറയാത്തെന്ന്. ഞങ്ങൾ ചെലവ് കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഇല്ലില്ല, അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല മാഡം. ഞാൻ ജസ്റ്റ് ഉള്ള സമയത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഉറക്കവും പോകും. ഫുള്ള് കണ്ടിന്യൂസ് ക്ലാസ്സിലിരിക്കണം, ഓൾറെഡി മാറ്റാം. പിന്നെ എന്തെങ്കിലും ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഒരു കുട്ടി പറഞ്ഞായിരുന്നല്ലോ, രേഷ്മിയോ അങ്ങനെ പറഞ്ഞു ഡെലിവറി ആണ് നെക്സ്റ്റ് സാറ്റർഡേ, ഞാൻ അഡ്മിറ്റ് ആവാൻ പോവാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് നീട്ടി പറയാനുള്ള സമയമില്ല. നമുക്ക് ഈ 1 മണിക്കൂർ ക്ലാസ് കൊണ്ട് കഴിയണ്ടേ. വീട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, രേഷ്മ ഡെലിവറി ആയി മാം. ആയ എന്താ പറയാ വന്നേ? ആ കുട്ടി ഡെലിവറി ആയി. ഡെലിവറി ആയോ? എന്ത് കുട്ടിയാ? ഗേള്. ഗേളാണോ? അതിന്റെ മോനാന്നല്ലേ പറഞ്ഞേ? അതെ അതെ. ഓക്കെ, ആ കുട്ടീനെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. മാഡം ഞാൻ ചിലവ് ചോദിക്കുന്നത് പേടിച്ചിട്ടല്ല മാഡം, ഞാൻ മറന്നു പറയാൻ മറന്നു. എനിക്ക് കേൾക്കുന്നില്ല. എന്താ ബിനോയ് പറഞ്ഞേ? ഞാൻ മാഡം ആരും ചെലവ് ചെയ്യുമെന്ന് ചോദിക്കാത്തോണ്ടല്ല മാഡം ഞാൻ ഇങ്ങനെ പറയാതിരുന്നത്. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെലവ് ചെയ്യും. അവിടെ ക്ലാസ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെലവ് ചെയ്തത്. ഇപ്പൊ കുറച്ച് ഉറക്കമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങ് മാറാലോ. ഉറക്കമൊക്കെ പോകാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ അത്രയും പോകുന്നതിനൊന്നുമില്ല. ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ ഭയങ്കര ദിവസമാണോ? ഇതൊരു ചെറിയ തൊണ്ടവേദന വന്നപ്പോഴത്തേക്ക് ഇതായി പോയോ? കൊണ്ടല്ല അല്ലെ? അല്ലേ? ഗേൾസ് ഒന്ന് നോക്കിയേ, ചെറിയ തൊണ്ടവേദനയൊക്കെ വന്നാൽ നമ്മൾ ഇത്രയും ഇതെടുക്കോ? സ്ട്രെയിൻ ചെയ്യോ? നമുക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. നമുക്കത് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, അതുകൂടാതെ നമ്മുടെ പഠനം നടക്കണം. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അതൊന്നും മൈൻഡ് ചെയ്യാനുള്ള സമയമില്ല അല്ലേ? പക്ഷെ നമ്മള് ഗേൾസിനെ വെച്ച് നോക്കുമ്പോ ബോയ്സിനാണല്ലേ എങ്ങനെയുള്ളത് വരുമ്പോ പെട്ടെന്ന് അവര് പെട്ടെന്ന് സോഫ്റ്റ് അല്ലേ? ഒരു വശം പോയാലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ജോലികൾ എന്നും ഇപ്പൊ ആർക്കെങ്കിലും വയ്യാന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിയ ഗേൾസ് മൊത്തത്തിൽ ഞാൻ പറയാം കേട്ടോ. വയ്യാന്ന് വിചാരിച്ച് നമ്മൾ ഒരു ദിവസം നമ്മുടെ കിച്ചൺ അടച്ചിടുന്നില്ല, നമ്മുടെ ഫുഡ് ഉണ്ടാക്കാതിരിക്കുന്നില്ല, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുന്നില്ല അല്ലെ? നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ ഓൾറെഡി നമ്മൾ അങ്ങനെ എന്താ പറയാ ഒരു ടൈം ടേബിൾ പോലെ നമ്മളെന്നും ഇത് ചെയ്യും. ഒരു വശം പോയാലും നമ്മൾ അത് മൈൻഡ് ചെയ്യില്ല അല്ലെ? തീരെ വയ്യാതെ ആവുമ്പോൾ മാത്രം ജസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണമെങ്കിൽ ഒന്ന് പോയിട്ട് വരും. അത്രയല്ലേ ഉള്ളൂ. ആ ടാബ്ലറ്റ്സ് ഫുള്ളും കഴിക്കാറും ഇല്ല. പലരും അങ്ങനെ തന്നെയാണ്, ഞാനടക്കം. നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കഴിക്കുകയില്ല, അത് അവിടെ ബാക്കിയുണ്ടാവും. അങ്ങനെയല്ലേ മേഡം? ഇപ്പൊ എന്റെ വിരലേ ഒരു കുറ്റിയിൽ ഇടിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തേക്കുവാ. പക്ഷെ ഇത് വെച്ച് ഞാൻ എന്റെ വിരലിപ്പോ ഒരു കുറ്റിയിൽ ഇടിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തേക്കുവാ. അതെ, ഇന്നലെ പ്ലാസ്റ്റർ ചെയ്തു. പക്ഷെ ഞാൻ രാവിലെ എണീക്കുന്നുണ്ട്, മോൾക്ക് 8 മണിയാകുമ്പോൾ ബസ് വരും. അവർക്ക് പോകാനുള്ള ടിഫിനും കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. വെളുപ്പിന് എണീറ്റ് എല്ലാ പരിപാടിയും ഞാൻ തുടങ്ങുന്നുണ്ട്. കണ്ട പിന്നെ ഇതൊക്കെ നോക്കിയേ. അതപ്പോ ബിനോയുടെ ജീവിതത്തിലേക്ക് ഇവർക്കിടയൊക്കെ ഓരോ അനുഭവങ്ങൾ പറയുന്നുണ്ടോ? കൈ പ്ലാസ്റ്റർ ചെയ്തേക്കാണ്, പക്ഷെ അയ്യോ എനിക്ക് കൈ വയ്യാന്ന് പറഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാൽ കൊച്ചിനെ 8 മണിയാകുമ്പോഴത്തേക്ക് വിടണം. അപ്പൊ അതിനുള്ള കൈയല്ല മേഡം, എന്റെ വിരല് പ്ലാസ്റ്റർ ചെയ്തേക്കുക, കാലിന്റെ വിരല് പ്ലാസ്റ്റർ ചെയ്തേക്കുക. ഓക്കെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കും. നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ അതെന്താ പറയാ, നമ്മൾ അതൊക്കെ ഒരു മൈൻഡിൽ അങ്ങോട്ട് കളയുക. അത് കുറച്ച് ദിവസം കല്യാണം കഴിക്കുമ്പോ എല്ലാം ശരിയാവും. അതെ, ബിനോയ് മാരീഡ് ആവുമ്പോ ശരിയാവുന്ന എനിക്ക് അതിനോട് ആയില്ല കല്യാണം കഴിക്കേണ്ട. നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് വലിയ കൂളായിട്ട് നമ്മൾ എടുക്കുക. അതൊക്കെ നമ്മുടെ എന്താ ഒന്നല്ലെങ്കിൽ നമ്മുടെ ബോഡിയല്ലേ, അതിപ്പോ എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ല. ഓരോ ദിവസവും ചിലർക്ക് തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആവും. ഫുള്ള് 100% ഫുള്ള് അസുഖമൊന്നും ഇല്ലാതിരിക്കുന്നവരാരും ഇല്ല അല്ലെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. കുറെയൊക്കെ നമ്മൾ തീരെ വയ്യെങ്കിലും നമ്മൾ എന്താന്ന് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും എന്നുള്ള ഒരു സെൻസിൽ എടുക്കാം. ഓക്കെ, ബിനോയ് തൊണ്ടവേദനയാന്ന് പറഞ്ഞിട്ട് ബിനോയ് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും സംസാരിച്ചില്ല. ഒന്ന് നോക്കി. അപ്പൊ ഞാൻ എനിക്കിന്ന്
പറ്റില്ല, ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ ക്ലാസ്സിൽ വന്നു, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഞങ്ങൾ ഓരോ ബാച്ചുകളാണ് പോകുന്നത്. രാവിലെ 10:30 to 3:30 ഞങ്ങളുടെ ടൈം. അത് വന്നാൽ ഫുൾ ടൈം ഞങ്ങൾ ക്ലാസ്സിൽ തന്നെയാണ്. ഇപ്പൊ തീരെ വയ്യ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ അങ്ങ് കവർ ചെയ്ത് പോവുക ചെയ്യുന്നേ. അപ്പൊ നമുക്ക് ലീവും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത്രയും ബാച്ചുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ക്ലാസ് ഞങ്ങൾക്ക് മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് വയ്യായും, പനി ആയാലും തൊണ്ടവേദന ആയാലും എന്തായാലും ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഇതിപ്പോ ഒരു പോസിറ്റീവ് ഇതായിട്ട് എടുക്കാട്ടോ അതിനോട്. അപ്പൊ കുറച്ചും കൂടി ഒരു ധൈര്യമൊക്കെ കീപ്പ് ചെയ്യുക. ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്നുള്ളൊരു സെൻസിൽ എടുക്കാം. ഇത്രയും കുട്ടികളുടെ ഒരു ഇൻസ്പിറേഷൻ വെച്ചിട്ട് എന്താ പറയാ, അതൊക്കെ നമുക്ക് ആ ഒരു സെൻസിലെടുക്കാം. ഓക്കെ, ഞാനത് ഞാൻ ചോദിച്ച ബിനോയ് ക്ലാസ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിനോയ് ചാടിക്കത് പറയണയാ. ബിനോയ് ഒന്നും സംസാരം കേട്ടില്ല, അതാ ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഈ റേഡിയേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ഈസ് ഡിഫൈൻഡ് ബൈ ദ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അവിടെ നോക്കിയേ, IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അവിടെ എക്സ്പാൻഡ് ഫോം ഉണ്ട് കേട്ടോ, IAEA. The protection of people from injurious effect of exposure to ionizing radiation and the means for attaching this. ഇവിടെ എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ, ആളുകളുടെ പ്രൊട്ടക്ഷൻ ഫ്രം എന്തിൽ നിന്ന്? ഇഞ്ചുറിയസ് എഫക്ട്സ്, അതിന്റെ ഇഞ്ചുറിയിൽ നിന്ന്, ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഇഞ്ചുറി, അതിൽ നിന്നുള്ള ആളുകളുടെ സംരക്ഷണമാണ് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അയനൈസിങ് റേഡിയേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന, സമ്പർക്കം പുലർത്തുന്നതിന്റെ ഫലങ്ങളിൽ നിന്ന്, അതിൽ നിന്നുള്ള പരിക്കുകളിൽ നിന്നൊക്കെ ആളുകളെ സംരക്ഷിക്കുക, ഇതിന്റെ ആളുകളുടെ സംരക്ഷണവും അത് നേടുന്നതിനുള്ള മാർഗങ്ങളുമാണ് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ പറയുന്നത്. അതിനകത്ത് നമുക്ക് റേഡിയേഷൻ പ്രൊട്ടക്ഷനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, സെക്കൻഡ് വൺ ആണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, തേർഡ് വൺ ആണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഏതൊക്കെയാ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ? ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യോ, കുറച്ച് താഴേക്ക് മാറ്റണോ? യെസ് മാം, കുറച്ച് താഴേക്ക് മുകളിലത്തത് എഴുതാൻ. ഇപ്പൊ നോക്കിയേ, കാണുന്നില്ലേ? നേരത്തെ എടുത്തതൊന്ന് എഴുതാനാണ് മാം. ഇപ്പോഴാ ഓക്കെ ആണോ? കാണുന്നുണ്ടോ മാം? നേരത്തെ എടുത്തത് എഴുതാനാണ് അതിന്റെ. മാഡം റേഡിയേഷൻ പ്രൊട്ടക്ഷന്റെ റേഞ്ചിന്റെ പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ല. 3 ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇനി ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഒക്യുപേഷൻ അവിടെ നോക്കാം, നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതാര് നോക്കിയേ, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ സർക്കംസ്റ്റാൻസസ്. ആ ഒരു സാഹചര്യത്തില് വർക്ക് ചെയ്യുന്ന ആ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Where there is exposure is directly connected with their work. തൊഴിലാളികളെ അവിടെ വർക്ക് ചെയ്യുന്ന, ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് റേഡിയോളജി റൂമിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. തൊഴിലാളികളുടെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇപ്പൊ റേഡിയോളജി റൂമില് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഇപ്പൊ ഒരു ദിവസം 10 സ്കാനിങ് വരുന്നുണ്ടെങ്കിൽ ആ 10 സ്കാനിങ്ങിലും അവിടെ സ്റ്റാഫിന് അതാണ് അവർക്ക് സ്കാൻ ചെയ്യുക. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും റേഡിയേഷൻ ആണ്, അപ്പൊ അവർക്കും ആ റേഡിയേഷൻ വരാം അല്ലെ, അതിന്റെ എഫക്റ്റുകൾ വരാം. അപ്പൊ അതിൽ നിന്ന് ആ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇവിടെ എക്സാമിന് ചോദിക്കാം, ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ്. ആർക്കടെയാ? പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്.
ഓർ പബ്ലിക്, അങ്ങനെ ചോദിക്കാം. ആർക്കടെ പ്രൊട്ടക്ഷൻ ഓഫ് Protection of workers. അവിടെ റേഡിയോളജി റൂമില് വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ സംരക്ഷണം, ആ സ്റ്റാഫിന്റെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ റേഡിയോളജി റൂം. Okay. Next, medical radiation protection, which is the protection of patient. Patient in the protection of medical radiation protection. If any can take a scan boy, upon Yana patient, any protection mandate. Scan chamber, any other than protect the scanning of the shade or Korea, or dress and carrying നമുക്ക് നമ്മുടെ ഡ്രസ്സിന് പുറമെ ഒരു ഗൗൺ പോലുള്ളതൊക്കെ നമ്മൾ ഇടിക്കും ആ റേഡിയേഷനിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് ദ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ്. ഡയഗ്നോസ് ചെയ്യാൻ, ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെല്ലുന്ന ആ പേഷ്യന്റിന്റെ സംരക്ഷണം ഉദ്ദേശിച്ചിട്ട് കൊണ്ടുള്ളതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും രോഗം ഡയഗ്നോസ് ചെയ്യാൻ്റെ ഭാഗമായിട്ടും റേഡിയേഷൻ ചെയ്യാൻ ചെല്ലുന്ന ആ പേഷ്യന്റിന്റെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇനി അടുത്തത് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയൊക്കെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്കിന്റെ അല്ലെങ്കിൽ generation and of the population in general. പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയൊക്കെ പ്രൊട്ടക്ഷൻ, ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് പ്രൊട്ടക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. മൂന്നെണ്ണം ക്ലിയർ ആയില്ലേ? ഓക്കെ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് പ്രൊട്ടക്ഷൻ ഓഫ് medical radiation protection means protection of patients. Okay. Public radiation protection means protection of public population. അപ്പൊ നമ്മളൊക്കെ കാരണം ബിനോയ്ക്ക് ഒരു പോസിറ്റീവ് ഇതായി എടുത്തു അല്ലേ ബിനോയ്? ഇത്രയുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ചെറിയൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. മെഷേഴ്സ്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇതിനുള്ള പ്രതിരോധിക്കുന്ന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? മെഷേഴ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ. ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? മെഷേഴ്സ് എന്തൊക്കെയാണ്? മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. ഫോർ പേഷ്യന്റ്, അതൊന്ന് കറക്റ്റ് ചെയ്തേ. പബ്ലിക് അല്ല, പേഷ്യന്റ് ആണ് കേട്ടോ. ഫോർ പേഷ്യന്റ്, PATIENT. ഫോർ പേഷ്യന്റ്. ഇനി പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ഫോർ പേഷ്യന്റ് ഓക്കെ, ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്. ഒപ്റ്റിമൈസേഷൻ എന്താ? ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് അളവിൽ നൽകുക. എക്സ്റേ ആണെങ്കിലും CT ഡോസ് ആണെങ്കിലും കറക്റ്റ് അളവിൽ നൽകുക. അവര് ഡോക്ടേഴ്സ് പറയുന്ന ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ആ കോഴ്സ് കൊടുക്കുക. അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് അല്ലെ? റേഡിയേഷന്റെ ഇത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ്. അപ്പൊ നമ്മളെ ആ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടിയാണ് ഈ പറയുന്നത്. അതിന് ഫസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്. എക്സ്റേ CT ഡോസുകൾ കറക്റ്റ് അളവിൽ നൽകുക. നെക്സ്റ്റ് ആണ് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. പേഷ്യന്റിന്റെ ഭാഗം ഷീൽഡ് ചെയ്യുക. ഷീൽഡ് ചെയ്യാന്ന് വെച്ചാൽ മറയ്ക്കുക, മറയ്ക്കുക എന്നുള്ള അർത്ഥം. പേഷ്യന്റ് പാർട്സ് ഷീൽഡ് ചെയ്യുക, മറയ്ക്കുക. ഒരു കവചം ആണ് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗത്തേക്ക് ഈ എക്സ്റേയുടെ ഇതോ അല്ല, എക്സ്റേ അല്ല നമ്മളായിട്ട് സ്കാനിങ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ്റേ ആണെങ്കിലും നമ്മള് എന്താണെങ്കിലും നമുക്ക് എന്താ പറയാ, അപ്പൊ അതിന്റെ ആ റേഡിയേഷനിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പേഷ്യന്റ് പാർട്സ് ഷീൽഡ് ചെയ്യുക,
പിന്നെ പീരിയോഡിക് കാലിബ്രൈസേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പീരിയോഡിക് കാലിബ്രൈസേഷൻ, പീരിയോഡിക് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാം മെഷീനുകളും ക്വാളിറ്റിയും ഒക്കെ. ആ മെഷീന്റെ ക്വാളിറ്റി മെഷീൻസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. ഇതൊക്കെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം കേട്ടോ. പീരിയോഡിക് കാലിബ്രൈസേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, reduce the time spent near the X-ray source. X-ray സോഴ്സിന്റെ അടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക. ഒരുപാട് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ നമ്മൾ അവിടെ എക്സ്റേ സോഴ്സിന്റെ അടുത്ത് ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്, periodic calibration of machines and quality control, reduce the time spent near the X-ray source. Okay. ആര്യ റീഡ് ചെയ്യോ 4 പോയിന്റ്സ്? ആര്യ രാജീവൻ. ഈ 4 പോയിന്റ്സ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. Optimization of X-ray or CT dose, shielding of patient parts, calibration of machines and quality control, periodic calibration of machines and quality control, reduce the time spent near the X-ray source. എക്സ്റേ സോഴ്സിന്റെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മതി. ഇത് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നോക്കിയപ്പോ നമ്മൾ ഇന്ന് കുറച്ച് നമ്മൾ പഠിച്ചോളൂ. എന്തൊക്കെയാ പഠിച്ചത്? ലൊക്കേഷൻ പറഞ്ഞു, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സുകൾ പറഞ്ഞു. പിന്നെ അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് അവിടെ വേണ്ട, ഫിസിക്കൽ റിസപ്ഷൻ കൺട്രോൾ രജിസ്റ്റർ വേണം. അതിന്റെ CT ഡോസ് എന്ന് പറഞ്ഞ എക്സ്റേ ഇന്ന ഡോസിലായിരിക്കുമല്ലോ. ഒരു ഡോസ്, ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നത് അത് ഇന്ന ഡോസിലാണ്. അപ്പൊ അതിന്റെ ആ ഡോസ് അത് കറക്റ്റ് അളവിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഫിസിക്കൽ ഫെസിലിറ്റി. അതിനകത്ത് റിസപ്ഷൻ രജിസ്ട്രേഷൻ ഏരിയ വേണമെന്ന് പറഞ്ഞു, പേഷ്യന്റ് വെയിറ്റിംഗ് റൂം വേണം, പിന്നെ സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ വേണം, റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. പിന്നെ റേഡിയേഷൻ റിസ്കുകളാണ് പറഞ്ഞത്. അത് സിവിയർ എഫക്ട്സും വരുന്നുണ്ട്, ക്രോണിക് എഫക്ട്സും വരുന്നുണ്ട്. സിവിയർ എഫക്ട്സിൽ സെറിബ്രൽ ഗ്യാസ്ട്രിക് ബ്ലഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഓരോ കാര്യങ്ങള്. പിന്നെ അത് ക്രോണിക്കില് സ്കിന്നില് വരുന്നത് പ്രശ്നങ്ങൾ, ബ്ലഡില് വരുന്നത് ഐക്ക് കാട്രാക്ട്, മറ്റുള്ള അതേഴ്സ് സ്റ്റെറിലിറ്റി, ഒബിസിറ്റി, ക്യാൻസർ. പിന്നെ നമ്മൾ പറഞ്ഞത് AERB ആണ്, റെഗുലേറ്ററി ബോർഡാണ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, AERB. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കും, അപ്പൊ അത് നോക്കണം. പിന്നെ അടുത്ത ഡയഗ്നോസ്റ്റിക് ഏരിയ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന ഡയഗ്നോസ്റ്റിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത്. പിന്നെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറഞ്ഞു. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊട്ടക്ഷൻ, റേഡിയേഷൻ റിസ്കുകളിൽ നിന്ന്, അതിന്റെ ഇഞ്ചുറിയിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്നറിയപ്പെടുന്നു. 3 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഒക്യുപേഷൻ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്, മെഡിക്കൽ എന്ന് പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്, പബ്ലിക് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്. ഓക്കെ, അത്. പിന്നെ അടുത്തത് നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് ആണ് ഇങ്ങനെ ഈ റേഡിയേഷൻ റിസ്കുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ്, നടപടിക്രമങ്ങൾ നമുക്ക് ചെയ്യാം ഫോർ പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ എക്സ്റേ ഓർ CT ഡോസ്, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്, periodic calibration of machine and quality control, reduce the time spent near the X-ray source. ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ വന്നത് ചെയ്ത് നോക്കാറുണ്ടോ? ചെയ്യാറില്ലേ? നിങ്ങൾക്ക് അത് ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. ഓക്കെ, പറഞ്ഞെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഡെയിലി നമ്മൾ അത് പഠിച്ചു പോവുക. ഇന്ന് തന്നെ ഇത്രയും വായിച്ച് വെക്കുക. ഓക്കെ.
ബാക്കി നമുക്ക് നാളെ ഉണ്ടല്ലോ. അപ്പൊ നെക്സ്റ്റ് ഡേ ബാലൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ റീഡ് ചെയ്യണം. ഞങ്ങൾക്ക് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. എല്ലാവരും ഒരു എക്സാം നടത്തിയാലോ? 4-5 ചാപ്റ്റർ ആയില്ലേ നമ്മുടെ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഹിസ്റ്ററി കഴിഞ്ഞു, പിന്നെ ബ്ലഡ് ബാങ്ക് കഴിഞ്ഞു, CSSD കഴിഞ്ഞു. നെക്സ്റ്റ് 5ാമത്തെ ചാപ്റ്റർ ആണ് റേഡിയോളജി. പഠിക്കുന്നില്ല എല്ലാവരും? റെഗുലർ ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നില്ലേ? ഓക്കെ, ഇന്ന് തന്നെ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am.